മൃദംഗനാദം ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടിക്കായി മൃദംഗാവിഷൻ GCDAക്ക് നൽകിയ അപേക്ഷ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. പരിപാടിക്കായി കലൂർ സ്റ്റേഡിയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ് നൽകിയത്. ഇതിൽ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല. സെപ്റ്റംബർ 23-നാണ് GCDA ചെയർമാന് അപേക്ഷ നൽകിയത്. വയനാട് മേപ്പാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മൃദംഗാവിഷൻ. വാടക ഇനത്തിൽ 9 ലക്ഷം രൂപയാണ് GCDAക്ക് മൃദംഗനാദം നൽകിയത്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 5 ലക്ഷം അടക്കം ആകെ നൽകിയത് 15 ലക്ഷം രൂപ. സ്റ്റേജിന് അനുമതി നൽകിയിരുന്നില്ല എന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്റ്റേഡിയത്തിൻ്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിൻ്റെ ഭാഗമല്ല. സ്റ്റേഡിയത്തിന് അങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല. അഡീഷണലായിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം റിബൺ ബാരിക്കേഡ് കൊടുത്തു. സ്ഥലവും കുറവായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ഈ തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള അതോറിറ്റിയുടെ സ്ഥായിയായിട്ടുള്ള സ്റ്റാൻഡിംഗ് പൊസിഷൻ കൊണ്ട് ഞങ്ങൾ എഗ്രിമെൻ്റ് അവരുമായിട്ട് വയ്ക്കുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സേഫ്റ്റി ആസ്പെക്ട്സ്, ഫയർ, മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം. കൂടുതൽ വിവരങ്ങളുമായി വയനാട് മേപ്പാടിയിലെ മൃദംഗാവിഷന്റെ ഓഫീസിൽ നിന്ന് രതീഷ് വാസുദേവനും കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഹാൻസ് ജോണും ചേരുകയാണ്. ആദ്യം രതീഷിലേക്ക്. രതീഷ്, ഈ മൃദംഗാവിഷന്റെ സംഘാടകർ ആരൊക്കെയാണ്? അവർ ഈ പരിപാടിക്ക് വേണ്ടി കൊള്ളപ്പിരിവ് നടത്തി എന്നുള്ള വാർത്ത നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ളവർ ആരൊക്കെയാണ്? ലക്ഷ്മി, ഏറെ രസകരമായ കാഴ്ചയാണ് ഇവിടെ. കാരണം വലിയ ഒരു ഇവന്റ്, കൊച്ചിയിലെ ഏറ്റവും വലിയ ഇവന്റ് നടത്തിയ അവരുടെ മൃദംഗാവിഷന്റെ ഓഫീസിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മേപ്പാടി ഊട്ടി റോഡിലുള്ള പോസ്റ്റ് ഓഫീസിന് പുറകിലുള്ള ഒരു ചെറിയ റൂമാണ് ഇവരുടെ ഓഫീസായി കാണിച്ചിട്ടുള്ളത്. അവരുടെ എംബ്ലമൊക്കെ തന്നെ ഇവിടെയുണ്ട്. മൃദംഗാവിഷനുള്ള എംബ്ലമൊക്കെ ഉണ്ട്. വളരെ ചെറിയ റൂമാണ്. ആകെ 3-4 ആളുകൾക്ക് ഇരിക്കാൻ സംവിധാനമുള്ള ചെറിയ ഓഫീസ് മാത്രമാണ്. അതുതന്നെയാണ് അത്തരം ഒരു ആളുകൾ ഇത്രയും വലിയ ഒരു ഇവന്റ് എങ്ങനെ കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് പോലും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള 2 ആളുകൾ, വയനാട്ടുകാരായ 2 പേരുടെ പേരിലാണ്, അരപ്പറ്റ സ്വദേശിയുള്ള നികോഷ് കുമാറിന്റെ പേരിലാണ് ഈ റൂം എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഊട്ടി റോഡിലെ ജ്യോതിസ് കോംപ്ലക്സിലാണ് ഈ ഇവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. വളരെ സാങ്കേതികമായ ഒരു ഓഫീസ് എന്ന പേരല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പരിചയമുള്ള ഒരു ഇവന്റ് കമ്പനിയോ അല്ലെങ്കിൽ തന്നെ ഒരു നൃത്ത സംവിധാന കമ്പനിയോ അല്ലെങ്കിൽ പഠന കമ്പനിയോ ഒന്നുമല്ല എന്ന് വളരെ വ്യക്തമാവുന്ന ഒരു ഓഫീസ് കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആളുകൾക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച വരെ ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ ജോലി ചെയ്തിരുന്നു. ഇടയ്ക്ക് അങ്ങനെ വന്ന് തുറക്കാറുണ്ട്. അല്ലാതെ കൂടുതലൊന്നും ഈ പരിസരത്തെ റൂമുകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് പോലും ഇവരെക്കുറിച്ച് അറിയില്ല. എന്തായാലും ഈ സ്ഥാപനത്തെക്കുറിച്ച് ദുരൂഹതയുണ്ട്. കാരണം വയനാട്ടുകാരായ 2 പേരിലെ ആളുകളുടെ പേരിലാണ് ഇത് നടത്തുന്നതെങ്കിലും അതിലെ നർത്തകരായ ആളുകളുണ്ട്. അവരെക്കുറിച്ചൊന്നും അങ്ങനെ നാട്ടുകാർക്ക് പൊതുവെ വലിയ അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിലും ഈ മൃദംഗാവിഷൻ എന്ന പേരിൽ ഇവരുടെ പേരുപയോഗിച്ച് മറ്റു ചിലർ ഇത് രൂപപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റു ചിലർ ഇത് ഉപയോഗപ്പെടുത്തിയോ എന്ന തന്നെ തരത്തിലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്നത് മേപ്പാടിയിൽ മറ്റു പരിസര പ്രദേശങ്ങളിലും. കാരണം ഇത്തരം ചെറിയൊരു ഓഫീസ് വെച്ച് ഇത്തരത്തിലൊരു വലിയ ഇവന്റ് സംഘടിപ്പിക്കാനുള്ള യാതൊരു ശേഷിയും ഇവരെ സംബന്ധിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള മെഗാ ഇവന്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ അവർക്ക്? ഇത് മനസ്സിലാക്കുന്നത് ഒരു കൾച്ചറൽ മാഗസിൻ്റെ ഓഫീസ് എന്ന നിലയിൽ മാത്രമാണ് ഇവിടെ ഈ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് മുൻപ് ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഇവൻറ്റുകളോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളോ സംഘടിപ്പിച്ച ഒരു മുൻപരിചയമുള്ളതായിട്ടുള്ള യാതൊരു പരിചയവും അല്ലെങ്കിൽ യാതൊരു വിവരവും നമുക്കില്ല. സാധാരണ നൃത്ത പ്രോഗ്രാമുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓഫീസ് എന്ന നിലയിലാണ് നാട്ടുകാർ ഉൾപ്പെടെ ഈ ഓഫീസിനെ പരിഗണിച്ചിരുന്നത്. അങ്ങനെയാണ് നാട്ടുകാർ കണ്ടിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ വലിയ പ്രോഗ്രാമുകൾ
ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ മൃദംഗ വിഷൻ്റെ വിലാസം അല്ലെങ്കിൽ അഡ്രസ്സ് വേറെ ഏതോ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇവരുടെ വേറെ ഏതോ ഒരു ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തി എന്നുള്ള ആക്ഷേപമാണ് നാട്ടുകാർ പൊതുവെ പറയുന്നത്. കാരണം അവർ അങ്ങനെ ചെയ്യുമോ എന്നുള്ള ഒരു സംശയമാണ് നാട്ടുകാർക്ക് ഉൾപ്പെടെയുള്ളത്. എന്തായാലും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവരുടെ ഈ മേൽവിലാസം ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ഈ കാര്യം ഉപയോഗപ്പെടുത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും വളരെ ഇത്രയും വലിയ വിവാദമായ വലിയ ഇവന്റ് സംഘടിപ്പിച്ച വളരെ ചെറിയ ആ കമ്പനിയുടെ വളരെ ചെറിയ ഓഫീസിന് മുന്നിലാണ് നമ്മളുള്ളത്. ഈ അഡ്രസ്സിലാണ് മൃദംഗ വിഷൻ്റെ മറ്റ് ഇടപാടുകളും അപേക്ഷ ഉൾപ്പെടെ GCDAക്ക് അപേക്ഷ നൽകിയത് ഉൾപ്പെടെ വയനാട്ടിലെ ഈ ഓഫീസിൻ്റെ വിലാസത്തിലാണ് എന്നതും കൂടിയാണ് ഇത് ചർച്ചയാവുന്നതും ഈ വിഷയത്തിൽ ദുരൂഹത ഉണ്ടാവുന്നതും. ലക്ഷ്മി, വലിയൊരു മെഗാ ഇവന്റ് സംഘടിപ്പിച്ചത് വയനാട്ടിലെ മേപ്പാടിയിലുള്ള മൃദംഗ വിഷനാണ്. അവരുടെ ഓഫീസ് വളരെ ചെറിയ ഒരു ഓഫീസാണ് എന്നുള്ളതാണ് അതിനകത്തെ ഒരു വൈപരീത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ഓഫീസിനകത്താണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ പേരിൽ മറ്റാരെങ്കിലും ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുത്തിട്ടുണ്ടോ, അവരുടെ പേര് മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഏതായാലും പരിശോധിക്കപ്പെടുന്നുണ്ട്. രതീഷ് വാസുദേവനാണ് മൃദംഗ വിഷൻ്റെ മേപ്പാടിയിലെ ഓഫീസിന് മുന്നിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഹാൻസ് ജോണും ചേരുകയാണ്. ഹാൻസ്, ഈ മൃദംഗ വിഷൻ GCDAക്ക് നൽകിയ അപേക്ഷയിൽ പുതുതായി സ്റ്റേജ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അഡീഷണലായി സ്റ്റേജ് അവിടെ കെട്ടും എന്ന കാര്യം പറഞ്ഞിരുന്നില്ല. പക്ഷേ അവിടെ സ്റ്റേജ് നിർമ്മിച്ചത് എല്ലാവരും കണ്ടതാണ്. അത്ര പബ്ലിക്കായാണ് ഒരു നിയമലംഘനം നടന്നിരിക്കുന്നത്. മൃദംഗ വിഷൻ്റെ പിഴവ് എന്നതിലൊക്കെ ഉപരി അവിടെ ഇങ്ങനെ GCDAയുടെ ഭാഗത്ത് നിന്ന് വലിയ നോട്ടക്കുറവ് തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ GCDAയുടെ ഭാഗത്തു നിന്ന് വലിയൊരു നോട്ടക്കുറവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ നേരത്തെ വിവരിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ താൽക്കാലിക സ്റ്റേജ് നിർമ്മാണം ഇവിടെ നടക്കുമ്പോൾ GCDA അധികൃതർ അത് കണ്ടുവെന്നും അത് തടഞ്ഞില്ല എന്നുള്ള ആക്ഷേപവും ശക്തമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് വീണ്ടും ഉറപ്പാക്കുന്ന രീതിയിലുള്ള കരാർ രേഖകളടക്കം പുറത്തേക്ക് വരുന്നത്. ഇത് നിർമ്മാണം കണ്ടതിൽ തടയേണ്ട ഉത്തരവാദിത്വം GCDA അധികൃതർക്ക് തന്നെയായിരുന്നു. അതിലൂടെ തന്നെ കരാർ രേഖകൾ പുറത്തു വരുമ്പോഴും സംശയത്തിൻ്റെ ഒരു നിഴൽ GCDA ഉദ്യോഗസ്ഥരിലേക്ക് തന്നെ നീളുന്നുണ്ട്. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാന ചോദ്യചിഹ്നം. ഇത് ഇങ്ങനൊരു അഴിമതി ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം വരാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ കരാർ രേഖ ഇപ്പോൾ പുറത്തു വന്നതനുസരിച്ചാണ്. നമ്മൾ അല്പസമയം മുമ്പ് ന്യൂസ് മലയാളം പുറത്തുവിട്ട ഈ മൃദംഗ വിഷൻ GCDAക്ക് നൽകിയ അപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് 8-ാം മാസം ഓഗസ്റ്റ് മാസത്തിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. കലൂർ സ്റ്റേഡിയം മൃദംഗ നാദം എന്ന പരിപാടി നടത്തുവാനായി അനുവദിച്ച് തരണം. 12,000 നർത്തകന്മാരെ വെച്ച് വേൾഡ് റെക്കോർഡ് നേടുന്ന പരിപാടി നടത്താനായി തങ്ങൾക്ക് സ്റ്റേഡിയം വിട്ടു നൽകണം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അപേക്ഷ നികോഷ് കുമാർ ഇതിൻ്റെ അപേക്ഷ നൽകുന്നു. അതിനുശേഷം 16/10 ഇപ്പോൾ GCDA കരാർ വയ്ക്കുന്നത്. അത് പ്രധാനമായും 15/10 നേരത്തെ GCDA ചെയർമാൻ അടക്കം വ്യക്തമാക്കിയതുപോലെ ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനാനുമതി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസറായ സുഷൻ വസിഷ്ഠ് നിരീക്ഷാപത്രം പ്രധാനമായി NOC 15/10 നൽകുന്നു. ഇതിനുശേഷം ഒക്ടോബർ മാസം 16-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് GCDA പുറത്തിറക്കുന്നു. ഈ ഉത്തരവ് പ്രകാരം 9 ലക്ഷം രൂപ വാടക ഇനത്തിലും 5 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായും GST അടക്കം CGST SGST അടക്കം ഏകദേശം 15 ലക്ഷത്തിലധികം രൂപ മൃദംഗ വിഷൻ ഈ പരിപാടിക്കായി GCDAക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ പ്രകാരം ഈ കരാറിൽ പ്രധാനമായും പറയുന്ന 3-ാമത്തെ പോയിന്റ് ആണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കൊച്ചിൻ കോർപ്പറേഷൻ, ഫയർഫോഴ്സ് തുടങ്ങിയ അധികൃതരിൽ നിന്നും മുൻകൂർ അനുമതി ലഭ്യമാക്കിയ ശേഷം മാത്രമേ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നുള്ളൊരു ക്ലോസ് GCDA പ്രധാനമായും പങ്കുവയ്ക്കുന്നുണ്ട്, ഈ കരാറിൽ പറയുന്നുണ്ട്. ഇതിനർത്ഥം GCDA ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അവരുടെ നിർദ്ദേശപ്രകാരമല്ല അല്ലെങ്കിൽ GCDA കരാർ നിയമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആവശ്യത്തിൽ നിന്ന് ചിന്തിക്കാം. പക്ഷേ സംഘാടകരുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ചയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം GCDA പ്രധാനമായും കരാറിൽ ഇങ്ങനൊരു വാക്ക് അല്ലെങ്കിൽ നിർദ്ദേശം വച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു 2 നില വരുന്ന താൽക്കാലിക നിർമ്മാണം ഇവർ നടത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ 21-ാമത്തെ പോയിന്റായി പറയുന്നത് ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറുടെയും സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പറയുന്നു. 22-ാമത്തെ പോയിന്റായി പറയുന്നത് പരിപാടി നടത്തുന്നതിനാവശ്യമായ എല്ലാ അനുമതികളും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ലഭ്യമാക്കണമെന്നും കരാറിൽ വ്യക്തമാക്കുന്നുണ്ട്. ലക്ഷ്മി, എന്തായാലും അവർ നൽകിയ അപേക്ഷയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, സ്റ്റേജ് നിർമ്മിക്കണമെന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ സ്റ്റേജ് ഉയർന്നത് എല്ലാവരും കണ്ടതാണ്.
അധികൃതർ എല്ലാവരും മന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടി അവരെല്ലാവരും അങ്ങോട്ടേക്ക് പങ്കെടുത്ത ആ അപകടം നടക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴും GCD ആ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. ആ നിയമലംഘനം കണ്ടില്ലെന്ന് നടിക്കുകയാണ് GCDA ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ GCDAക്ക് ഇതിലുള്ള പങ്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്തം GCDAക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയണം. കാരണം മറ്റൊരു സ്വകാര്യ സംവിധാനത്തെ പോലെയല്ല, ഒരു സർക്കാർ സംവിധാനത്തിന് അതിന് വലിയ പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.